ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ വഴിയരികിൽ നടന്ന കാര്യങ്ങളെല്ലാം അഞ്ജുവിനോട് പറയുന്ന അതേ സമയം നമ്മുടെ ശിവനന്ദയാണെങ്കിൽ അഭിരാമിയോട് കലിപ്പിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഈ പുള്ളിക്കാരിയോടെ ഇനി നടക്കുന്ന ഒരു പ്രശ്നവും ഇല്ല, വഴിയെ പോകുന്ന കേസും എൻ്റെ തലമണ്ടേ എത്തിച്ചിട്ടേ ഇവളടങ്ങുന്ന ലക്ഷണമാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിനേക്കാളും വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. എങ്കിൽ എൻ്റെ MGK മീഡിയയുടെ ഫസ്റ്റ് ന്യൂസ് ഇത് തന്നെ ആകട്ടെ, പെൺകുട്ടികൾക്ക് പട്ടാപ്പകൽ എങ്ങും പോകാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവനന്ദ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കവേ, നിനക്ക് ആ പയ്യൻ്റെ മുഖവും അഡ്രസ്സും ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ഈ തന്നാതി, ഞാൻ കേസ് വാദിച്ച് ജയിച്ചോളാം എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നോ വേണ്ട, അറിയാവുന്ന വല്ല അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ കേസ് കൊടുക്കാം, നീ വാദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പോന്നവരും ജീവപര്യന്തം ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ, അതെന്താടാ അങ്ങനെ പറയുന്നതെന്ന് അഞ്ജു ചോദിക്കുമ്പോൾ പറയുന്നു, വഴിയരികിൽ ഒരു ചേച്ചി റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ജസ്റ്റ് തട്ടി, അതിന് ഇവളവിടെ ഉണ്ടാക്കിയ സീനൊന്നും പറഞ്ഞറിയിക്കണ്ടായിരുന്നു. ഒടുക്ക ആ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ആ ചേച്ചി വേറെ അഡ്വക്കേറ്റിനെ കണ്ട് വേറെ അഡ്വക്കേറ്റിന് കേസ് കൊടുത്തു. ഇവക്ക് കേസില്ല. ഒടുക്ക ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ നേർക്കൊന്നുമല്ല കേസ്, എൻ്റെ തലയിലേക്കാണ് കേസ് വരുന്നത്. തക്ക സമയത്ത് അവർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ബ്രേക്ക് പിടിച്ച് നിർത്തിയ ഞാനാണ് ഇപ്പോൾ കുറ്റവാളി. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിയാണെങ്കിൽ എല്ലാവരും കൂടി കളിയാക്കുന്നു. ശേഷം അഭിരാമി പിണങ്ങി അങ്ങ് പോകുന്നുണ്ട്. നമ്മുടെ അഞ്ജുവിനെ രാഹുൽ വിളിക്കുന്നു. രാഹുൽ വിളിക്കുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വർഷയുടെ പേര് പറഞ്ഞതും രാഹുൽ പറയുന്നു, എനിക്ക് വർഷയുടെ കാര്യമൊന്നും അറിയണ്ട, തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വിളിക്കുന്നത്. വർഷയുടെ കാര്യം ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും പറയാൻ, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാര്യം മാത്രം പറയാനേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങൾ അധികം ഒന്നുമില്ല എന്ന് പറയുമ്പം, ശിവനന്ദ ഈ വീട്ടിൽ എന്നോടൊപ്പമാണല്ലോ താമസിക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും നേരിക്കണ്ട് പറഞ്ഞാൽ മതിയെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അഞ്ജു. എന്താ താൻ ആലോചിക്കുന്നേ? ഒന്നുമില്ല, വലിയൊരു സംഭവമായിരുന്നു നടന്നത്, തനിക്ക് കേൾക്കണ്ടെങ്കിൽ ഒന്ന് പോ. അന്നേരം രാഹുൽ പറയുന്നു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് ഹരിതയും അച്ഛനും വേറെ ഏതോ പെൺകുട്ടിയെ തെറ്റിദ്ധരിച്ച് ഗുണ്ടകളെ വിട്ടിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ. ആൻറ്റി വരെ പറയുന്നു ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് രക്ഷിക്കണമെന്ന്. അപ്പം അഞ്ജു നിസാരമായിട്ട് എഴുതി തള്ളുന്നു, അതായത് ഹരിതയ്ക്ക് തന്നോട് ദേഷ്യം അല്ലെങ്കിൽ എന്നോട് ദേഷ്യം വരുന്നതിന് അർത്ഥമുണ്ടെന്ന് പറയാൻ, കുട്ടിക്കാലം മുതലേ നിന്നെ മോഹിച്ച് നടന്ന പെണ്ണ, അതുകൊണ്ട് ദേഷ്യം കാണും, പക്ഷേ താൻ പറയുന്നത് പോലെ അത്ര ദുഷ്ടനൊന്നും ആണെന്ന് തോന്നില്ല തൻ്റെ അച്ഛൻ എന്ന് അഞ്ജു നിസാരമായിട്ട് എഴുതി തള്ളുന്നു. അപ്പം കോള് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രാഹുൽ വിചാരിക്കുന്നു, എൻ്റെ അച്ഛനെക്കുറിച്ച് മറ്റാരേക്കായും എനിക്കല്ലേ അറിയാവുന്നത്, വീട്ടിലെ ശത്രുക്കളാണെങ്കിൽ നാട് കടത്തും, പുറത്തുള്ള ശത്രുക്കളാണെങ്കിൽ വക വരുത്തും, അതാണ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഹുൽ അഞ്ജു പറയുന്നത് മൊത്തം കേൾക്കാൻ നിന്നിരുന്നുവെങ്കിൽ അച്ഛനും ഹരിതയും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ആ പെൺകുട്ടി വർഷയാണെന്ന് ചിലപ്പം മനസ്സിലാക്കാനായേനെ. പക്ഷെ അത് കേൾക്കാൻ നിന്നതുമില്ല. അവസാനം ഒരു ഗത്യന്തരവും ഇല്ലാത്ത സമയത്തായിരിക്കും വർഷയാണ് അവർ തെറ്റിദ്ധരിച്ചേക്കുന്നതെന്ന് രാഹുലും അഞ്ജുവും കണ്ടുപിടിക്കുന്നത്. വിവേകിനോട് അമ്മ പറയുന്നുണ്ട്, എന്നെ ദ്രോഹിച്ച ആ അമ്പനാട്ട് വിക്രമനെതിരെ നീ പോരാടണം, അവനെ പാഠം പഠിപ്പിച്ചതിന് ശേഷം മതി മോൻ്റെ ബിസിനസ്സും ജോലി അന്വേഷണവും ഒക്കെ. അപ്പം വിവേകിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല, അതിനേക്കാളും താല്പര്യമില്ല നമ്മുടെ ധനപാലനും. ആകെക്കൂടിയുള്ള ഒരു മോന, അവനെ നാട്ടിലെ ജയിലിൽ കയറ്റിയെങ്കിലും നിനക്ക് സമാധാനമാകുമോ? അങ്ങനെ കയറ്റിയ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഈ നാട് വിട്ട് ഹിമാലയത്തിലും പോണ്ടി വരും. അപ്പം വിവേക് പറയുന്നു, പെൺകുട്ടികളെ ദ്രോഹിക്കുന്ന അമ്പനാട്ട് വിക്രമനെതിരെ നമുക്ക് എന്തായാലും തക്ക മറുപടി കൊടുക്കണം, പക്ഷേ അതിന് സമയവും സാഹചര്യവും ഒത്തുവരട്ടെ, നേരിട്ട് പോയി ആക്രമിക്കുകയല്ല, സർപ്രൈസായിട്ട് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരിച്ചടിക്കണം. എങ്കിൽ മോൻ വന്ന വിവരം നമുക്കറിയിച്ചാലോ? തൽക്കാലം വേണ്ടെന്ന് വിവേകം പറയുന്നു. എന്തായാലും നിനക്കൊരു ജോലി വേണ്ടേ? ആവശ്യത്തിലധികം സ്വത്തുവകകൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, എങ്കിലും നാളത്തേക്ക് ജീവിക്കാൻ നിൻ്റെ വക എന്തെങ്കിലും സമ്പാദ്യം വേണ്ടേന്ന് വയ്ക്കുമ്പം തൽക്കാലം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ പേര് അടികൂടാൻ പ്ലാനെങ്കിൽ ഞാൻ വിദേശത്തേക്ക് തന്നെ പോകും, അറിയാമല്ലോ. പല കമ്പനികളും എനിക്ക് ജോലി തരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചത്. അന്നേരം വസുന്ധര പറയുന്നു, മോൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ, ഒരു രൂപത്തിലും ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് കയറി പോകുന്നുണ്ട്. അപ്പം ധനപാലനും വിവേകും സംസാരിച്ചുകൊണ്ടിരിക്കവേ വിവേകിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ധനപാലന് മനസ്സിലാകുന്നുണ്ട് ഇവൻ വിദേശത്ത് ജയിലിൽ കിടന്നിരുന്നതാണെന്നുള്ള കാര്യം. മറ്റാരേക്കായും നിൻ്റെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടെ? എന്തായാലും നീ അത്ര നല്ല രൂപത്തിനൊന്നുമല്ല അവിടുന്ന് തിരിച്ചു വന്നേന്നുള്ള കാര്യം അപ്പോഴേ എനിക്ക് മനസ്സിലായി.
കബഡി നിരത്തി നോക്കിയപ്പം പോലും നിന്റെ മടക്കയാത്രയുടെ കാരണം വ്യക്തമാകാഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. വിവേക് പറയുന്നു, അച്ഛൻ പോയി കബഡി നോക്ക്, രാഹുവും കേതുവൊക്കെ ഇപ്പം എന്തായോ എന്തോ. ചെന്ന് നോക്കാൻ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒഴിച്ചു വിടുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, അമ്മ എന്തും പറഞ്ഞ് പറ്റിക്കാം, പക്ഷേ അച്ഛനെ അത് നടക്കില്ല. കോഫി കുടിച്ച് പിറ്റേ ദിവസം രാവിലെ മേളത്തെ നിലയിൽ നിന്നും താഴേക്ക് നോക്കുന്ന ശിവനന്ദ കാണുന്നത് ഒരു പരിചയമില്ലാത്ത ചെറുപ്പക്കാരനെയാണ്. അതിനുശേഷം നമ്മുടെ പാച്ചുവും വരുന്നുണ്ട്. ഇനി ധനപാലൻ അങ്കിള് വസുന്ധര ആൻറ്റിയോടുള്ള ദേഷ്യത്തിന് 2 ചെറുപ്പക്കാരന്മാരെ ഇങ്ങോട്ടേക്ക് താമസത്തിന് കയറ്റിയതാകുമോ എന്ന് വിചാരിച്ച് താഴെ ഇരിക്കുന്ന അഞ്ജുവിനെയും വർഷയും പോയി അറിയിക്കുന്നു. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന നമ്മുടെ ഈ വൃന്ദാവനത്തിലേക്ക് നല്ലൊരു ചുള്ളൻ ചെക്കൻ വന്നിട്ടുണ്ട്, കാണണമെങ്കിൽ വരാൻ പറയുമ്പോൾ വർഷയ്ക്ക് താല്പര്യമില്ല. അഞ്ജുവും ശിവനന്ദയും കൂടി പോയി കാണാൻ ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. മേളത്തെ നിലയിൽ നിന്ന് നോക്കുമ്പം ആ ചെറുപ്പക്കാരൻ്റെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ അഭിരാമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഭിരാമി ഇവർ രണ്ടാളും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ അഞ്ജുവും ശിവനന്ദയും പറയുന്നു, മിക്കവാറും ധനപാലൻ അങ്കിള് വസുന്ധര ആൻറ്റിയോടുള്ള ദേഷ്യത്തിന് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതാകും, അവർക്കിട്ട് 2 കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ആലോചിക്കുക, പുരുഷവിരോധമുള്ള അവരെങ്ങനെ 2 പുരുഷന്മാർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു എന്ന്. അന്നേരം അഭിരാമി പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല, വസുന്ധര മേഡത്തിൻ്റെയും ധനപാലൻ അങ്കിളിൻ്റെയും മകനാണ് ഈ കാണുന്ന വിവേക്. നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം ആ ചെറുപ്പക്കാരൻ്റെ ഗ്രഹനില ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ വർഷയും വിവേകും ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല. അത് കാണുമ്പോഴായിരിക്കും വർഷയ്ക്ക് പറ്റിയ തെറ്റ് മനസ്സിലാകുന്നത്. എന്തായാലും മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് വർഷയ്ക്കൊരു ഓർമ്മയുണ്ട്. തൻ്റെ വീട്ടിലിരുന്ന ഫോട്ടോയിൽ കണ്ടതാണെന്നുള്ള കാര്യം വർഷ മറന്നിരുന്നു. വിവേകിൻ്റെ പെണ്ണ് വർഷയാകുമോ? കാത്തിരിക്കാം. എപ്പിസോഡ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.